ഹലോ ഗെയ്സ്, നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മളെ അക്വ വേഴ്സസ് ഇൻഫേണോൻ്റെ പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ്. സോ പുതിയ ഇവൻറ്റ് പ്രതീക്ഷയൊന്നുമില്ല, കാരണം കഴിഞ്ഞ ഇവൻറ്റിലും പാക്സിൽ നിന്ന് ആകെ കിട്ടിയത് കോമനെയാണ്. ബട്ട് ഗെയ്സ് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എന്തായാലും 113 OVR എത്തിയിട്ടുണ്ട്, അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, കുറച്ച് സ്ഥലം വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. നമുക്ക് നോക്കാം ഗെയ്സ് ആരായിരിക്കുന്നത്. വോക്കൗട്ട് കുഴപ്പമില്ല അല്ലേ? വോക്കൗട്ട് നല്ല രസമുണ്ട്. ഓക്കെ, പോളണ്ട് ലെഫ്റ്റ് ബാക്ക്. പോളണ്ടാണ് ഇന്തോനേഷ്യ ആണോ അറിയില്ല. പാട്ടെന്ന് വെർഡോങ് ആണ് കേസ്. 105-ൻ്റെ 30 ഷാർട്ടുണ്ട്. ഓക്കെ, അതുതന്നെ വലിയ കാര്യം കേസ്. 30 ഷാർഡിൻ്റെ ഒരു പ്ലെയറെ കിട്ടുകയെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. ഓക്കെ, നമുക്കൊരു യൂസിൽ ബണ്ടിൽ ഓപ്പൺ ചെയ്യാം. 103-നെ തന്നെ കിട്ടിക്കൊണ്ടിരുന്ന പാക്ക് വരെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും യൂസിലിൻ്റെ ഒരു ബാക്ക് ഓപ്പൺ ചെയ്യാൻ കേസ്. പുതിയ കാർഡ്സൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം കിടിലൻ ആരെങ്കിലും കിട്ടുമോയെന്ന്. ഹക്കിമീനെയോ റാഫീനെയോ അല്ലെങ്കിൽ യമാലിനെയോ. ഓക്കെ, നെതർലൻഡാണ് കേസ്. ഇത് മറ്റേ 102-ഓ 103-ഓ അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഓ കേസ്, 101-ൻ്റെ ഡിജോങ്ങിനെയാണ് കിട്ടിയേക്കുന്നത്. നമുക്കെന്തായാലും എക്സ്ട്രാ ടൈം ടോക്കൺ എക്സ്ചേഞ്ച് അടിക്കാം, അത്ര തന്നെ. സോ നമ്മൾ ലീഡർ ബോർഡിൻ്റെ അല്ല, ലീഗ് ടോക്കൺ ഉണ്ട്. ഓക്കെ, നമുക്കെന്തായാലും അത് ഓപ്പൺ ചെയ്തേക്ക് വരണം. ബാക്കിയുള്ളത് നമുക്ക് ട്രേഡബിൾ ഓപ്പൺ ചെയ്യാൻ ചെയ്യും. ഓക്കെ, പിച്ച് ബീച്ചാണ്. ഇറ്റലി സ്ട്രൈക്കർ. ഓ ഗെയ്സ്, കീനാണോ? കീൻ പക്ഷേ ഇറ്റലിയാണോ? ഓ ഗെയ്സ്, വേറെ ഏതോ പ്ലെയറാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി 3000-ൻ്റെ ഓപ്പൺ ചെയ്യാം ഗെയ്സ്. ഇതൊരു 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണമൊക്കെ ഓപ്പൺ ചെയ്യാം. ഒരു 10,000 ബാക്കി വെക്കണം. ജെം എടുക്കാൻ 2500. ഓക്കെ, ഇത് മറ്റേ ലോഡാന്ന് തോന്നുന്നു. അല്ല ഗെയ്സ്, വേറെ ആരുമാണ്. അതേ ഫ്ലാഗിലുള്ളൊരു പുള്ളി ഉണ്ടായിരുന്നു കുറേ ആയിട്ട്, ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള. നിങ്ങൾക്ക് അറിയായിരിക്കും എന്തായാലും. ഓക്കെ, ഇതുവരെ ട്രോഫി ടൈറ്റൻസിൻ്റെ വർക്കൗട്ടല്ലേ? കൊളംബിയ. കൊളറാഡോ ആണ്. അതിനടുത്തത് എല്ലാവരും 15 മില്യൺ വെച്ച് ഏകദേശം 65 മില്യൺ വർത്തൊക്കെ ആക്കിയെടുക്കാം കാര്യം. ഓക്കെ, ലാസ്റ്റായിട്ട് ഒരെണ്ണം കൂടി ഓപ്പൺ ചെയ്യാൻ ഗെയ്സ്. കാരണം 10,000 ടോക്കൺ ആണെങ്കിൽ 2500 ജെമ്മ് കിട്ടും എന്നുള്ളത് കൊണ്ട് ഫുള്ള് തീർക്കുന്നില്ല. ഓക്കെ, അർജൻറ്റീന CDM. അതിൻ്റെ പരേഡ് CIs 99-ൻ്റെ 15 മില്യൺ തന്നെയാണ്. ഓക്കെ, ഒരു പാക്ക് കൂടി ഓപ്പൺ ചെയ്യാൻ കേസ്. കാരണം എന്തായാലും 2500 ജെമ്മ് നമ്മൾ എക്സ്ചേഞ്ചിൽ നിന്ന് എടുക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിവിടെ വെറുതെ തീർത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം ഈ ഇവൻറ്റിൽ ഞാൻ കാര്യമായിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പോകുന്നൊന്നുമില്ല. ഓക്കെ, ജർമ്മനി ലെഫ്റ്റ് മിഡ് മറ്റേ അടയമി, അതല്ല കേസ്. ഇത് ഹെർത്ത BSCയോ 103-ൻ്റെ പ്ലെയറാണ്. 10 ഷാർഡുണ്ട്. സോ നമ്മളെ ലീഗ് റിവാർഡ് ഉണ്ട് കേസ്. ലീഗ് റിവാർഡിലൊരു 103 to 109 കിടപ്പുണ്ട്. സോ ആരെങ്കിലും കിട്ടുമെന്ന് അറിയത്തില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഇംഗ്ലണ്ടാണ് റൈറ്റ് വിട്ട് മഡ്വേക്ക് കേസ്. ചെൽസിയുടെ ഒരു കടയേ ഉള്ളൂ എന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഏകദേശം നല്ല രീതിക്ക് കോയിൻസ് കിടപ്പുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇത് ഓപ്പൺ ചെയ്യാൻ കേസ്. 80 മില്യൻ്റെ. ഓക്കെ, USA CDM മുസയാണ് കേസ്. മുസ കുഴപ്പമില്ല. എന്തായാലും ഒരു 3 ബാക്കൊക്കെ ഓപ്പൺ ചെയ്യാം. അടുപ്പിച്ചാക്കണം എന്നില്ല, കാരണം ഇനി അടുത്ത വീക്കിലൊക്കെ തുറക്കാമല്ലോ. ലെഫ്റ്റ് ബാക്കാണ് ബ്രൈറ്റൺ. അതാരാണ്? ഓക്കെ, കഡിയോഗ്ലു അത് തന്നെ. ഗെയ്സ്, നമ്മളെ സെക്കൻഡ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും കുറച്ച് ബാക്ക് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ജെമ്മെല്ലാം തീർക്കാൻ പറ്റുമോ നോക്കാം ഗെയ്സ്, കാരണം ചിലപ്പം 2 അൺലിമിറ്റഡ് ബണ്ടിലേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആരെ കിട്ടുമെന്നൊരു ഇതുമില്ല.
തേർഡ് അക്കൗണ്ടിൽ കയറിയിട്ട് ജമ്മൊന്നുമില്ല. സോ അതുകൊണ്ട് അതിനകത്ത് ഓപ്പണിങ്ങിൽ ഉണ്ടാവില്ല. ഓക്കെ, ഇംഗ്ലണ്ട് റൈറ്റ് മിഡ് എഗെയിൻ ഗേസ്. നമ്മൾ മെയിൻ അക്കൗണ്ടിൽ ഓൾറെഡി മഡ്വെക്കനെ കിട്ടി ആൻഡ് ഇതിലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ സെക്കൻഡ് അക്കൗണ്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ട്. സെക്കൻഡ് അക്കൗണ്ട് കുറച്ചുകൂടി ഒന്ന് അപ്ഗ്രേഡ് ആക്കണമെന്നൊക്കെ ഉണ്ട്. നോക്കാൻ പരമാവധി ടൈം കിട്ടുന്നതനുസരിച്ചിരിക്കും. മറഡോണേനെയോ പെരേനെയൊക്കെ എന്തോ ഇങ്ങനെയൊക്കെ കാര്യമായിട്ട് പ്രതീക്ഷ ഒന്നുമില്ലേ. സ്റ്റോട്ട്സിൽ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് അങ്ങ് പോയി. പക്ഷേ ഞാൻ യമാലിനെ എടുത്ത് യമാലിനെയും സാബി അലോൺസോനെയും എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാരാണ് സ്ട്രൈക്കർ അറിയില്ല. 102 102 പ്ലെയർ തന്നെയാണ്. സോ ഇതിനകത്ത് എന്തായാലും വോക്കൗട്ട് കിട്ടും. അതായത് ഒരു ലെവൽ വരെ എത്തിക്കും നമ്മളെ, എന്നിട്ട് നമ്മളെ പറ്റിക്കും. അതാണ് പുതിയത്. മറ്റേതാണെങ്കിൽ ഡയറക്റ്റ് വോക്കൗട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് 101 പ്ലെയറെ തരലായിരുന്നു. ഇതെന്തായാലും വോക്കൗട്ടുള്ളത് കുഴപ്പമില്ല. ഓക്കെ, സൗത്ത് കൊറിയ ക്യാം അറിയില്ല ഗെയ്സ്. 103 104 ആയിരിക്കും. ഓക്കെ, 102 പ്ലെയറാണ് പറ്റിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ഇതിനകത്ത് ലീഗ് റിവാർഡുണ്ട് ഗെയ്സ്. സോ അത് എന്തായാലും എടുക്കാം. 103 തൊട്ട് 109 വരെയുള്ള പ്ലെയറിൻ്റെ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് കൂടി ചെയ്തേക്കാം. ഓക്കെ, നോക്കാം ഗെയ്സ് ആരായിരിക്കും ആ പ്ലെയർ. ഇംഗ്ലണ്ട് റൈറ്റ് മിഡാണോ? അല്ല, ഈ സെൻറ്റർ ബാക്കാണ്. ഇത് മറ്റേ മോഡ്രിച്ചിൻ്റെ വാങ്ങിയ ക്ലബ്ബാണ് ഈ സ്വാൻസി ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞൊരു പ്ലെയർ. ഇതിനകത്ത് ഒരു 80 മില്യൻ്റെ ഉണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിനകത്തുനിന്ന് കാര്യമായിട്ട് ലക്ക് കിട്ടാൻ ഒന്നുമില്ല, കാര്യമായിട്ട് പ്ലെയർ കിട്ടാനൊന്നും ഇല്ല. മേ ബി ഒരു 105 106 മാക്സിമം 106 ആണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അർജൻറ്റീന റൈറ്റ് വിങ് അല്ലേ, സ്ട്രൈക്കറാണ് ലാസിയോ. ഇത് 104 പ്ലെയറാണ് ഗീസ്. ഓക്കെ, സോ ഇതിനകത്ത് കുറച്ച് ടോക്കൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് നമ്മളെ എക്സ്ട്രാ ടൈം ഓപ്പൺ ചെയ്യാം ഗീസ്. ആക്ച്വലി ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാവും ഇപ്പം തന്നെ. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും ഇത് വേണമെങ്കിൽ 2 വീഡിയോ ആയിട്ട് ഇടാം. ബട്ട് 2 വീഡിയോ ഇടാനുള്ള ടൈം കിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ് ആരായിരിക്കും. 105 തന്നെ 2 പ്ലേയേഴ്സ്, ജെറാഡ്, കിമ്മിച്ച്, ടോണി. ആരെ എടുക്കണമെന്ന് അറിയത്തില്ല. ഇതിനകത്ത് എന്തായാലും ക്യാമിൻ്റെ ആവശ്യമില്ല, കാരണം 107 ഒരു ക്യാമിനെ കിട്ടിയതായിരുന്നു അറ്റാക്കിംഗ് മിഡിനെ ടോട്ട്സിന് തന്നെ. സ്ട്രൈക്കർ ഗ്യോക്കറസ് ഉണ്ട്, പിന്നെ CDMൻ്റെ ആവശ്യമില്ലല്ലോ. സോ 50 ഷാഡിനെ ആയിരിക്കും ഗൈസ് വർത്ത്. ഇതിനകത്ത് ഒരു പ്ലെയർ എടുക്കണം കുറച്ച് കഴിഞ്ഞിട്ട് ഷാഡ് കൂട്ടിയിട്ട്. ഓക്കെ, നമ്മളെ മെയിൻ അക്കൗണ്ടിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഒരു 75 മില്യൺ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു മറ്റേ ഇത് ഗൈസ്, നമ്മുടെ ലീഗ് എക്സ്ചേഞ്ച് കൊടുത്തിട്ടുള്ള. ഓക്കെ, മെക്സിക്കോ സ്ട്രൈക്കർ ഗൈസ് ജിമിനസ് ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും